കണ്ണൂർ നഗരത്തിൽ ഭീതി വിതയ്ക്കുന്ന തെരുവ് നായകളെ പിടികൂടാനുള്ള നടപടികൾ തുടങ്ങി. ഇതുവരെ 56 പേർക്ക് കടിയേറ്റു. അരുൺ പൂപ്പറമ്പ ഈ പിടികൂടുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, വിവരങ്ങൾ. SKN വലിയ രീതിയിലുള്ള തെരുവുനായ ആക്രമണമാണ് കണ്ണൂർ നഗരത്തിലാകെ ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായകളെ പിടികൂടുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ പിടികൂടിയിട്ടുള്ള തെരുവ് നായ്ക്കളെയാണ് ഇതിപ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ കയറ്റി ഇവിടുന്ന് കൊണ്ടുപോകും. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഇത് ചേട്ടൻ ജില്ലാ പഞ്ചായത്തിന്റെ എവിടെയൊക്കെയാണ് നഗരത്തിൽ വിവിധ നമ്മൾ രാവിലെ മുതലേ തുടങ്ങി. ബസ് സ്റ്റാൻഡ് ഭാഗം, പരിസരം, സ്റ്റേഡിയം എല്ലാം തുടങ്ങി. ഒരുപാട് അപകടകാരികളായ ഒരുപാട് നായ്കൾ ഉണ്ട് എന്നാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയത്. ഫീൽഡിൽ ഇറങ്ങുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത്? അത് നമുക്ക് ഇവിടെ കോർപ്പറേഷൻ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ സ്പോട്ട് അങ്ങനെ ഓരോ ഭാഗം കേന്ദ്രീകരിച്ച് ഈ പിടികൂടുന്ന നായകൾ എങ്ങോട്ടാണ്? ഊരത്തൂർ ABC സെന്ററിൽ. SK, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയുടെ തൊട്ട് സമീപം നിന്നാണ് ഇപ്പോൾ ഈ തെരുവ് നായകളെ പിടികൂടിയിട്ടുള്ളത്. ഇതിപ്പോൾ ABC സെന്ററിലേക്കാണ് മാറ്റുക എന്നതാണ് അവർ പറയുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അപകടകാരിയായിട്ടുള്ള ഒരുപാട് തെരുവ് നായകൾ ഈ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഉണ്ട് എന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് പുതിയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പ്രഭാത് ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇന്നലെ നിരവധി പേർക്ക് കടിയേറ്റത്. 56 പേർക്ക് ഇന്നലെയും. ഇന്നിപ്പോൾ 11 പേർ തെരുവുനായയുടെ കടിയേറ്റ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സാരമായി തന്നെ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. വലിയ തെരുവുനായ ഭീതിയിലാണ് കണ്ണൂർ നഗരമുള്ളത്. കണ്ണൂർ നഗരത്തിൽ തന്നെ വലിയ തിരക്കുള്ള ഇടങ്ങളിൽ നിന്നാണ് ഈ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ, തെരുവുനായ കടിയേറ്റ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നത്. നമുക്കറിയാം, ഇനിയിപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന സമയം, ജോലിക്കായി നിരവധി ആൾക്കാരൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ ആ സ്ഥലങ്ങളിലൊക്കെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തുന്നതാണ്. അപ്പോൾ ഈ തെരുവുനായകളുടെ ഈ ശല്യം എങ്ങനെ തടയാൻ സാധിക്കും? അത് ഉടൻ തന്നെ തടയണം, അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ, ജനങ്ങൾ പൊതുവെ പറയുന്നത്. അതിൽ ഇപ്പോൾ ഈ ആൾക്കാരെ ആക്രമിച്ചിട്ടുള്ള തെരുവുനായ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഒരു തെരുവുനായ ചത്ത നിലയിൽ കണ്ടെത്തി എന്ന് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞെങ്കിൽ പോലും അത് ഈ ഇന്നലെ ആക്രമിച്ച, അതായത് ആൾക്കാരെ ആക്രമിച്ച തെരുവുനായ അല്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തെരുവ് നായ്ക്കളെ പിടികൂടി ABC സെന്ററിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ആശുപത്രിക്ക് തൊട്ട് സമയം വെച്ച് ഇപ്പോൾ 3 തെരുവ് നായ്ക്കൾ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന 3 തെരുവ് നായ്ക്കളെ പിടികൂടിയിട്ടുണ്ട്. അതോടൊപ്പം ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത്, പ്രഭാത് ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും നായ്ക്കളെ പിടികൂടിയിട്ടുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. പുറമെയാണ് വിവരങ്ങൾ നൽകിയത്.